യേശുദാസ് പാടിയ ഒരു ലളിതഗാനമുണ്ട്. ഒരു കരിമൊട്ടിൻ്റെ കഥയാണ് നീ, ഒരു വീണപൂവിൻ്റെ കഥയാണ് ഞാൻ എന്ന്. ഒരു കരളിൽ ദുഃഖത്തിൻ ഇരുളൊലികൾ മാത്രം, മറുകരളിൽ ദുഃഖത്തിൻ അല്ല സ്വപ്നത്തിൻ കുളിരലകൾ മാത്രം എന്ന പാട്ട് പോലെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ പാട്ടാണ്. ഏതാണ്ട് ആ അവസ്ഥയിലാണ് ഈ ഇന്ത്യ സഖ്യം എന്ന് പേരിട്ട പ്രതിപക്ഷ മുന്നണി വളരെ പരിതാപകരമായ രീതിയിൽ നിൽക്കുന്നു. അതിൽ പാർട്ടികൾ ഒന്നൊന്നായി പിളരുന്നു, അല്ലെങ്കിൽ പ്രമുഖ നേതാക്കന്മാർ കൂടൊഴിഞ്ഞു പോകുന്നു. അത് പത്മിനി തോമസ് ആയാലും അല്ല പത്മജ വേണുഗോപാലാണെങ്കിലും മറ്റ് നേതാക്കളാണെങ്കിലും ഒക്കെ നിരവധി ആളുകൾ കൂടുവിട്ട് കൂടുമാറുന്ന ഒരു തിരക്കിലാണ്. അതുപോലെ തന്നെ പാർട്ടികൾ കൊഴിഞ്ഞു പോകുന്നു. ജയന്ത് ചൗധരിയുടെ പാർട്ടിയാണെങ്കിലും ശരിയാണ്. അതല്ല തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തൃണമൂൽ കോൺഗ്രസ് ഈ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായിരുന്നു. കാരണം പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും അധികം പാർലമെൻറ്റിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന 4ാമത്തെ സംസ്ഥാനമാണ്. 42 അംഗങ്ങളെ ആ സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കാം. ആ പാർട്ടി മുന്നണി വിട്ടുപോകുന്നു. അവർ BJPയുടെ ഭാഗത്തേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും മുന്നണി വിട്ടുപോയി എന്നുള്ളത് അവർക്ക് വലിയ തിരിച്ചടിയാണ്. പിന്നെ മുന്നണിയുടെ പ്രധാന നേതാവായിരുന്ന നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ട് നിന്ന നിപ്പിൽ കൂറുമാറി. അങ്ങനെ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ DMK അല്ലെങ്കിൽ കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പ്, നമ്മുടെ ശരത് പവാറിൻ്റെ ഭാഗം NCP, ഇങ്ങനെ വളരെ കുറച്ച് പാർട്ടികൾ മാത്രമേ ഇന്നിപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിലുള്ളൂ. തെലുങ്കാന രാഷ്ട്ര സമിതി ചേർന്നിട്ടില്ല, അതുപോലെ YSR കോൺഗ്രസ് ചേർന്നിട്ടില്ല, ബിജു ജനതാദൾ BJPയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഇവർക്ക് വലിയ തിരിച്ചടിയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് പ്രതിപക്ഷം ശിഥിലീകൃതമായി നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് വലിയ ആത്മവിശ്വാസത്തോടെ ശക്തരായ നേതാവ് അമിത്ഷായുടെ ചാണക്യതന്ത്രങ്ങൾ, RSSൻ്റെ വലിയ സംഘടനാ സംവിധാനം, വ്യവസായികളുടെ ശക്തമായ പിന്തുണ, പിന്നെ തീവ്ര ഹിന്ദുത്വം എന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, രാമക്ഷേത്രം പൂർത്തീകരിച്ചു എന്നുള്ള ആത്മവിശ്വാസം, ഇതൊക്കെയായിട്ട് ഇവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. അപ്പോൾ ഇതൊരു തുല്യരായ പോരാളികളല്ല അവിടെ ഉള്ളത്, അതുല്യരായ പോരാളികളാണ്, അല്ലെങ്കിൽ മുന്നണികളാണ്, അല്ലെങ്കിൽ അതിന് ഒത്ത സേനാനായകന്മാരും അക്ഷൗഹിണികളുമാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് അതുപോലെ പ്രധാനമന്ത്രിക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം. അവരങ്ങനെ വളരെ ശക്തമായൊരു നിലയിൽ നിൽക്കുന്നു. ആ ആത്മവിശ്വാസവും അഹങ്കാരവും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി. അല്ല, അങ്ങനെയുള്ള പൊട്ടലും ചീറലും ഒക്കെ ഇതിൻ്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഉത്തർപ്രദേശിൽ ഒരു പരിധിവരെ ഉണ്ടായതാണ്. അഖിലേഷ് യാദവ് അത് കുറേ സ്ഥാനാർത്ഥികൾ ആദ്യം പ്രഖ്യാപിച്ചു. പിന്നീട് ബാക്കി സീറ്റുകളെ സംബന്ധിച്ച് കോൺഗ്രസുമായിട്ട് ചർച്ച ചെയ്ത് ഏതാനും സീറ്റുകൾ മാത്രം കോൺഗ്രസ്സിന് അലോട്ട് ചെയ്യുകയും ബാക്കിയുള്ളതൊക്കെ സമാജ്വാദി പാർട്ടി സ്വന്തമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ഘടകകക്ഷികൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ അവർ കോൺഗ്രസ്സിന് ആ രീതിയിൽ മാർജിനലൈസ് ചെയ്യും. കോൺഗ്രസ്സിന് ശക്തിയുള്ള സ്ഥലങ്ങളിൽ അവർ ഘടകകക്ഷികൾക്ക് വേണ്ടി പരമാവധി വിട്ടുവീഴ്ച ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്.